രാജ്യത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും വനിതാ പോലീസും ഫോറസ്റ്റും മികച്ച പ്ലറ്റൂണുകളും അവതരിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ്, ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, പത്തനംതിട്ട നഗരസഭ അധ്യക്ഷ സിന്ധു അനിൽ, ADM ബി ജ്യോതി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ, ഗാന്ധിയന്മാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് മൈതാനത്ത് നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്ലറ്റൂണുകളിൽ സായുധ സേനാ വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ KS ധന്യ നയിച്ച വനിതാ പോലീസിന് 1ാം സ്ഥാനവും, സബ് ഇൻസ്പെക്ടർ S ഗോപകുമാർ നയിച്ച പത്തനംതിട്ട DHQ 2ാം സ്ഥാനവും നേടി. സായുധേതര വിഭാഗത്തിൽ 1ാം സ്ഥാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ OA ശ്യാംകുമാർ നയിച്ച ഫോറസ്റ്റ് പ്ലറ്റൂണിനും, 2ാം സ്ഥാനം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ SK സന്ദീപ് നയിച്ച ഫയർഫോഴ്സ് ടീമും നേടി. അശ്വിൻ നയിച്ച സിവിൽ ഡിഫൻസ് 1ാം സ്ഥാനം നേടി. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് വിഭാഗത്തിൽ മനേഷ് J ഉണ്ണിത്താൻ നയിച്ച ടീച്ചേഴ്സ് പ്ലറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. B അമൽ ക്യാപ്റ്റനായ വടശ്ശേരിക്കര MRHS ബാൻഡ് സെറ്റിന് 1ാം സ്ഥാനം സ്വന്തമാക്കി. NCC വിഭാഗത്തിൽ 1ാം സ്ഥാനം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് അനഘ M നായർ നയിച്ച ടീം നേടി. SPCക്ക് സെറ എൽസ സജി നയിച്ച തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് HS-ന് 1ാം സ്ഥാനവും, AS അഭിരാമി നയിച്ച കടമ്പനാട് വിവേകാനന്ദ GSS 2ാം സ്ഥാനവും ലഭിച്ചു. സ്കൗട്ട് വിഭാഗത്തിൽ മൈലപ്ര മൗണ്ട് ബദനി HS-ലെ അതുൽ നയിച്ച ടീമിന് 1ാം സ്ഥാനവും, ചന്ദനപ്പള്ളി റോസ് ഡെയിൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഋതു രതീഷ് നയിച്ച ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗൈഡ്സ് വിഭാഗത്തിൽ പ്രമാടം നേതാജി HS-ലെ ആവണി നയിച്ച ടീം 1ാം സ്ഥാനം നേടി. JRC വിഭാഗത്തിൽ 1ാം സ്ഥാനം പത്തനംതിട്ട സെന്റ് മേരീസ് HS-ലെ ബെറ്റീന ഗ്രേസ് നയിച്ച ടീമിനാണ്. 2ാം സ്ഥാനം പറയക്കോട് അമൃത GSS-ലെ S എബിന നയിച്ച JRCയും നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രൂപ്പുകൾക്കായുള്ള സമ്മാനദാനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 2026 ജനുവരി മാസം 26ാം തീയതി രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നാം ഒരു പ്രതിജ്ഞ പുതുക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതുമാണ്. സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതാണ് ഫെഡറലിസത്തിൻ്റെ കാതൽ എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട്. ഫിസ്ക്കൽ ഫെഡറലിസം, ധനഫെഡറലിസം സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറലിസം സംരക്ഷിക്കുന്നതിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.